സംസ്ഥാന ബജറ്റിനെതിരെ കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് അസോസിയേഷൻ പ്രതിഷേധ റാലിയും ധർണയും നടത്തി. ബഡ്ജറ്റ് എന്ന് പറയുന്നത് ജനങ്ങൾക്കോ രാജ്യത്തിനോ യാതൊരു സംഭാവനയും നൽകാത്ത, യാതൊരു സംരക്ഷണവും നൽകാത്ത, യാതൊരു സാന്ത്വനവും നൽകാത്ത, ഭാവി ജീവിതത്തെ കരുപ്പിടിപ്പിക്കുന്നതിന് വേണ്ട സംവിധാനങ്ങൾ ഒരുക്കാത്ത ഒരു ജലരേഖ പോലെ മാറിക്കഴിഞ്ഞിരിക്കുന്നു എന്ന ദുഃഖസത്യം കൂടി നമ്മൾ തിരിച്ചറിയണം. പ്രിയപ്പെട്ടവരെ, ഈ രാജ്യത്തെ ജനങ്ങളിൽ ഏറ്റവും അവശരായ സാമൂഹ്യക്ഷേമ പെൻഷൻ കിട്ടുന്നവർ പ്രതീക്ഷയോട് കാത്തിരുന്നു അവരുടെ സാമൂഹ്യക്ഷേമ പെൻഷൻ വർദ്ധിപ്പിക്കും. ആ പ്രതീക്ഷ തല്ലിക്കെടുത്തിയെന്ന് മാത്രമല്ല, കുടിശ്ശികയായ പെൻഷൻ നൽകുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇത് നൽകുമെന്ന് വാഗ്ദാനം നൽകാനോ ഉറപ്പ് നൽകാനോ സാധിക്കാതെ നൽകുമെന്ന് പറഞ്ഞിരിക്കുന്നു. ഈ രാജ്യത്തെ ഇന്ന് കാണുന്ന സംവിധാനങ്ങളെല്ലാം കെട്ടിപ്പടുത്ത വിഭാഗമാണ് ഇന്ന് ഈ സർവീസ് പെൻഷൻകാരായി, വയോധികരായി ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും തങ്ങളുടെ സാന്നിധ്യം അറിയിച്ചുകൊണ്ട് ജീവിത സായാഹ്നത്തിലേക്ക് കടന്നിട്ടുള്ള സർവീസ് പെൻഷൻകാർ. പ്രായാധിക്യവും രോഗവും അവരിൽ ഏൽപ്പിച്ചിട്ടുള്ള ആഘാതം വളരെ വലുതാണ്. നാളുകളിൽ അവരുടെ ആനുകൂല്യങ്ങൾ ഇങ്ങനെ നീട്ടിക്കൊണ്ടുപോയാൽ ആ ആനുകൂല്യം വാങ്ങാൻ പോലും നാളുകളിൽ അവരുടെ സാന്നിധ്യം ഉണ്ടാകാത്ത തരത്തിൽ ശാരീരികമായി അവശതയിലേക്ക് പ്രവേശിച്ചിട്ടുള്ള ആ വിഭാഗത്തിന് യാതൊരു സംഭാവനയും യാതൊരു വാഗ്ദാനവും യാതൊരു സപ്പോർട്ടും നൽകാത്തൊരു ബഡ്ജറ്റാണ് ഇപ്പോൾ അവതരിപ്പിച്ചത്. സംസ്ഥാന ബഡ്ജറ്റിനെതിരെ KSSPA പ്രതിഷേധ പ്രകടനവും ധർണയും നടത്തി. KSSPA സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം CV ഗോപി ഉദ്ഘാടനം ചെയ്തു. അസോസിയേഷൻ ചേർത്തല നിയോജക മണ്ഡലം കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിലാണ് പ്രതിഷേധ പരിപാടി സംഘടിപ്പിച്ചത്. പ്രസിഡന്റ് CM ഉണ്ണി അധ്യക്ഷത വഹിച്ചു. സെക്രട്ടറി TD രാജൻ സ്വാഗതം പറഞ്ഞു. ജില്ലാ പ്രസിഡന്റ് B ഹരിഹരൻ നായർ മുഖ്യപ്രഭാഷണം നടത്തി. KP ശശാങ്കൻ, PO ചാക്കോ, PR പ്രകാശൻ, KC സെലിൻ, AR പ്രസാദ്, NB നമ്പ്യാർ, B ഗോപൻ തുടങ്ങിയവർ പ്രസംഗിച്ചു. നമ്മളെ സംബന്ധിച്ചിടത്തോളം പൊറുതിമുട്ടിയിരിക്കുകയാണ്. നമ്മൾ അതിശക്തമായ സമര പരിപാടികൾ, നിരന്തരമായ ഒരു സമര പോരാട്ടത്തിലേക്ക് ജീവനക്കാരെയും പെൻഷൻകാരെയും തള്ളിവിട്ടിരിക്കുകയാണ് ഈ ഗവൺമെന്റ്. ഒരു സംസ്കൃത ഗവൺമെന്റ് അല്ലെങ്കിൽ ഒരു പുരോഗമന ഗവൺമെന്റ് ഒരു സംസ്കൃത പെൻഷൻകാരെ, പ്രായമായവരെ അവരുടെ അവകാശ സമരങ്ങൾക്ക് വേണ്ടി തെരുവിലേക്ക് ഇറക്കേണ്ട ഒരു അവസ്ഥ ഉണ്ടാക്കില്ല. പക്ഷേ ഈ ഗവൺമെന്റ് ഈ പെൻഷൻകാരെ പോലും പ്രായമായവരെ സമരക്കയത്തിലേക്ക് തള്ളിവിടുന്ന ഒരു ദുരവസ്ഥയിലേക്ക് കൊണ്ടെത്തിച്ചിരിക്കുന്നു എന്ന് മാത്രമാണ്.